എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളെ ഒരു പുസ്തകത്തിൻ്റെ മലയാളം പരിഭാഷ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. നമ്മുടെ ചാനലിൽ ചെയ്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണിത്. നിങ്ങളിൽ പലരും ആകാംക്ഷയോടെ കാത്തിരുന്ന പുസ്തകം. നിരവധി ആളുകൾ പഴയ വീഡിയോകളിൽ കമൻറ്റ് വഴി ഈ പുസ്തകത്തിൻ്റെ മലയാളം പരിഭാഷ ഇറങ്ങുമ്പോൾ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇംഗ്ലീഷിൽ ഇറങ്ങിയ ഈ പുസ്തകം ആദ്യമായിട്ട് വിവർത്തനം ചെയ്തത് കന്നഡത്തിലാണ്. ഇപ്പോഴിതാ മലയാളത്തിലും വന്നിരിക്കുന്നു. പുസ്തകത്തിൻ്റെ പേര് ദി ലാസ്റ്റ് വൈറ്റ് ഹണ്ടർ. ഇതാണ് ആ പുസ്തകം. കെന്നത്ത് ആൻഡേഴ്സന്റെ മകനായ ഡൊണാൾഡ് ആൻഡേഴ്സന്റെ ഓർമ്മകളും അദ്ദേഹം നടത്തിയ വേട്ടകളുമാണ് ഇതിലുള്ളത്. ആൻഡേഴ്സന്റെ നിരവധി വേട്ടക്കഥകൾ നമ്മുടെ ചാനലിൽ ചെയ്തത് ഇതിനോടകം നിങ്ങൾ കണ്ടവരാണ്. അദ്ദേഹത്തിന്റെ ചില കഥകളിൽ ഡൊണാൾഡും കടന്നു വരാറുണ്ട്. നിങ്ങളിൽ പലരും ആൻഡേഴ്സനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്ത വീഡിയോ വഴിയും അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വഴിയുമാണ്. എന്നാൽ അതിലും ഉപരിയായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. ആരാണ് ആൻഡേഴ്സൺ? അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരെന്താണ്? ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു? ആൻഡേഴ്സൺ കഥകളിൽ പലപ്പോഴും കടന്നു വരാറുള്ള ബാംഗ്ലൂർ നഗരത്തിലെ ആ വലിയ ബംഗ്ലാവിൻ്റെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം എന്താണ്? ആൻഡേഴ്സൺ സൗത്ത് ഇന്ത്യൻ വനങ്ങളിൽ വേട്ടയാടിയ കാലഘട്ടം ഏതാണ്? അങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരാത്ത അറിവുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിങ്ങൾക്ക് വായിക്കാം. ശിക്കാർ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല ഈ പുസ്തകം ഉപകാരപ്പെടുന്നത്, മറിച്ച് ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ട് കൂടിയാണിത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും മുൻപുള്ള ബാംഗ്ലൂർ നഗരം എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തിന് ശേഷം ചരിത്രമുറങ്ങുന്ന ആ നഗരം എങ്ങനെ മാറി മറിഞ്ഞു? അന്നുള്ള വനങ്ങൾ എന്തായിരുന്നു? പിന്നീട് നടന്ന വനനശീകരണം, വൈൽഡ് ലൈഫ് ആക്ട് വരുത്തിയ മാറ്റങ്ങൾ. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ഫ്ലാറ്റ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാലത്ത് നരഭോജികൾ അലഞ്ഞു നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അതാണ് സത്യം. മനുഷ്യരുടെ അന്നും ഇന്നുമുള്ള ജീവിത രീതികൾ, വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ, കാലാവസ്ഥയുടെ വ്യതിയാനം, അങ്ങനെ തുടങ്ങി ഒരു നൂറ്റാണ്ട് നീളുന്ന നിരവധി അറിവുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. സ്വാതന്ത്ര്യത്തിന് മുൻപും പിൻപും എന്ന് ഈ പുസ്തകത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ഇനി ഇതുപോലൊരു പുസ്തകം ഇറങ്ങില്ല എന്ന് ഉറപ്പും പറയാം. പുസ്തകത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ അത് നിങ്ങൾക്ക് കാണുവാനും കഴിയും. ദി ലാസ്റ്റ് വൈറ്റ് ഹണ്ടർ. ഇത് ഡൊണാൾഡ് ആൻഡേഴ്സന്റെ ആത്മകഥയും അദ്ദേഹത്തിൻ്റെ നായാട്ടിൻ്റെ കഥയാണ്. എങ്കിലും കെന്നത്തിന്റെ മരിക്കാത്ത ഓർമ്മകളും ഇതിലുണ്ട്. ഇന്ത്യയെ സ്നേഹിച്ച, ഇന്ത്യയിൽ തന്നെ ജീവിച്ച് മരിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു പിതാവിൻ്റെയും മകൻ്റെയും ഓർമ്മകൾ ഈ പേജുകളിൽ അടക്കം ചെയ്തിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപും പിൻപും ജീവിച്ച ഒരു മനുഷ്യന്റെ സ്മരണകൾ. നമുക്കറിയാം, ഗണ്ണും പെന്നും ഒന്നുപോലെ വഴങ്ങിയ അപൂർവം ചില വ്യക്തികളായിരുന്നു ആൻഡേഴ്സനും കോർബറ്റുമെന്ന്. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം കോർബറ്റ് ഇന്ത്യ വിട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നുവെന്ന് നമുക്കറിയില്ല. ആ കഥ നമ്മോട് പറയുവാനായിട്ട് അവിവാഹിതനായതുകൊണ്ട് അദ്ദേഹത്തിന് മക്കളുമില്ലായിരുന്നു. എന്നാൽ ആൻഡേഴ്സൺ അങ്ങനെയല്ല. തൻ്റെ കഥ തുടരുവാനായിട്ട് ഒരു അവകാശിയെ അവശേഷിപ്പിച്ചാണ് അദ്ദേഹം പോയത്. നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു ബുക്കാണിത്. ഇത് എഴുതിയത് ജോഷുവ മാത്യു ആണ്. ജോഷുവ ചേട്ടനെക്കുറിച്ച് 2 വാക്കുകൂടി പറയട്ടെ. ഡൊണാൾഡ് ആൻഡേഴ്സന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് താങ്ങും തണലുമായിട്ട് നിന്ന വിരലിൽ എണ്ണാവുന്ന ഏതാനും വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ആൻഡേഴ്സന്റെ കഥകൾ ചാനലിൽ ചെയ്യുവാനായിട്ട് എനിക്ക് അനുവാദം തന്നതും ജോഷുവ ചേട്ടനാണ്. ആൻഡേഴ്സൺ കഥകൾ ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കിത് ചെയ്യുവാനായിട്ട് കഴിയില്ലായിരുന്നു. ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ പരിഭാഷ എന്താ എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്നു എന്ന പതിവ് മറുപടിയാണ് കിട്ടാറുമുള്ളത്. എന്തായാലും അല്പം കാലതാമസം ഉണ്ടായാലും പുസ്തകം വളരെ മനോഹരമായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ആൻഡേഴ്സന്റെയും ഡോണിന്റെയും വളരെ അപൂർവമായിട്ടുള്ള ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിഭാഷ തയ്യാറാക്കിയ രാജീവ് ചേലനാട്ടിനെ എടുത്തു പറയേണ്ടതുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആർക്കും മനസ്സിലാകുന്ന ലളിതവും സുന്ദരവുമായ ഭാഷ. സാക്ഷാൽ റസ്കിൻ ബോണ്ടും ഉല്ലാസ് കാരന്തും TN പെരുമാളും ജെർമി വേഡുമൊക്കെയാണ് പുസ്തകത്തിന് ആശംസകൾ എഴുതിയിട്ടുള്ളത്. നിങ്ങളുടെ ലൈബ്രറിക്ക് ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. പുസ്തകം വാങ്ങുവാനായിട്ട് നിങ്ങൾ വീഡിയോയുടെ കീഴിലും അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്തു വെച്ച ലിങ്കിലും ബന്ധപ്പെട്ടാൽ മതിയാവും. അതുപോലെ ബുക്ക് വായിച്ച ശേഷം നിശ്ചയമായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഇവിടെ അറിയിക്കണം. ഞാനത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇതുപോലൊരു ബുക്ക് ഇനി ഉണ്ടാകില്ല.